മോർണിംഗ് സർ. ഒന്ന് അനങ്ങി വായന്റെ വക്കീലേ. ഇനി അമ്മൂന് ഫോൺ ചെയ്യുമ്പോ ബാംഗ്ലൂരിലെ അനാഥ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്കും കൂടി ഇത്തിരി ഇടം തരാൻ പറയണം അവളോട്. ഒരു ചെറിയ കോട്ടേജ് അത്ര മതി. എന്താ? എക്സ്ക്യൂസ് മീ സർ. വണക്കമ്മ. കൺഗ്രാചുലേഷൻസ് സർ, കൺഗ്രാചുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി നമ്മൾ ജയിച്ചു സാർ. കേസ് നമ്മൾ ജയിച്ചു സാർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. സാർ, ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സാർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്ക് കൊണ്ടേ കെട്ടുവന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു പട്ടാജി. താൻ എന്തൊക്കെയാണോ വിക്ടറി പറയുന്നത്? അയ്യോ സാർ, ഞാൻ പറഞ്ഞിരുന്നൊരു പട്ടാജിയുടെ കാര്യം. കിഷൻ ഭട്ട. സാർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ ഭട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ മാഫിയ എന്ന് കേട്ട് പേടിക്കല്ലേ. പാവ മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോമ്മ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ സാറിനെ ഈ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് 2-2.5 വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് ഡിസിഷനാ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഒറ്റ വാക്കാണ്. ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തന്ത മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്. കണക്ക് പ്രകാരം നമുക്ക് ഇങ്ങോട്ട് സാറിന് വരാനുള്ളത്, അതായത് ആസ് പെർ ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് തെറാംസ് ഇൻറ്റു ഇന്ത്യൻ റുപ്പീസ് ഫിഗർ 7,70,00,000 ഇന്ത്യൻ റുപ്പീസ്. ഒരു റൗണ്ട് ഫിഗർ പറയാൻ പറഞ്ഞു ഭട്ടാജി. സാറിനോട് അനുവാദം ചോദിക്കാതെ 7 crores കോംപ്രമൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഭട്ടാജിയോട്. ഇന്ന് പകൽ കൃത്യം 12 മണിക്ക് ഫുൾ എമൗണ്ടിന് ലിക്വിഡ് ക്യാഷ് ഭട്ടാജിയുടെ കാൽക്കൽ കൊണ്ടുവച്ച് തൊഴുതു നിൽക്കും മാർവാടി. കേട്ടോമ്മ, ഈ വക്കീലിന് ഇപ്പൊ തോന്നും ഈ എന്റെ UAE നമ്പർ 3 ലിക്കർ ബാരൻ വിക്ടർ സെബാസ്റ്റ്യൻ എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ മുന്നിൽ കിടന്ന് താണി ചെയ്യുന്നതെന്ന്. എടോ വക്കീലേ, ഇത് കണ്ണി കണ്ടവരൊന്നുമല്ല, കൺകണ്ട ദൈവങ്ങളാ എനിക്ക് ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ സാറും ഈ അമ്മച്ചിയും. താനിപ്പോ കേറി വരുമ്പോ പുറത്ത് കണ്ടില്ലേ, അതുപോലൊരു കോട്ട് ഇട്ടോണ്ട് ഈ തിരുമുറ്റത്ത് നിന്നിട്ടുണ്ട് വിക്ടർ ഡ്രൈവറായിട്ട് ഫോർ 2 years. അല്ലേ സാർ? എന്നിട്ടൊടുക്ക ഇവിടെ നിന്ന് ചാടി ഈ ബെൽറ്റിനിടയിൽ ഫുൾ ബോട്ടിലും തിരികെ ഓൺ മോട്ടോർ സൈക്കിൾ അജ്മാൻ ഷാർജ അബുദാബി റൂട്ടിൽ ലിക്കർ സ്മഗ്ലിംഗ് നടത്തുന്ന കാലം ഒരു ദിവസം പിടിവിടും. സാർ അന്ന് സ്ഥലത്തില്ല, ബിസിനസ് ട്രിപ്പിൽ. ഒടുക്കന്റെ കടവൾ പോലത്തെ ഈ അമ്മയാ എന്നെ വന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് ഇതാ ടപ്പേന്ന് എടുത്തിട്ട് ഒറ്റയടി അമ്മ. എന്നിട്ട് ഈ വലത്തെ കയ്യെ കിടന്ന ഡയമണ്ട് വളയൊരി എന്റെ കയ്യിലോട്ട് വെച്ച് തന്നു. കൊണ്ടുപോയി രക്ഷപ്പെടിക്കണമെന്നും പറഞ്ഞു. അത് വിറ്റ് കിട്ടിയ 25,000 UAE dirhams കൊണ്ടാണോ ഇന്നത്തെ ലിക്കർ ബാരന്റെ തുടക്കം. ശരിതാനമ്മ, കണ്ടോ? കണ്ണ് നിറഞ്ഞത് കണ്ടോ? താൻ പേപ്പർ സാറിന് കൊടുത്തേ. ശരി സാർ. ഒന്ന് സൈൻ ചെയ്തേക്ക് സാർ. ഒന്നുമില്ല സാർ, ഒത്തീർപ്പാവുന്നെന്ന് കോടതിയിലൊന്ന് എഴുതി കൊടുക്കണം. പിന്നെ ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ വക്കീൽ നീക്കിക്കോളും. അല്ല സാർ, ഇൻ കേസ് സാറിന് എന്തെങ്കിലും വിശ്വാസക്കുറവ് പോലെ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ചെക്കും പേപ്പേഴ്സ് സാറിനെ തന്നെ എഴുതാൽ മതി. എന്നിട്ട് സാറും കൂടി എന്റെ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും കോടതിയിലും ഭട്ടാജിയുടെ അടുത്തും. ഇല്ല വക്കീലേ? ഇത് താൻ തന്നെ വെച്ചാൽ മതി. അല്ല സാർ, എന്നാൽ ഇത്രയും വലിയ എമൗണ്ടൊക്കെ ആവുമ്പോ സാറ് തന്നെ നേരിട്ട്. അമ്മ, സാറിന്റെ ഈ കാലിന് നല്ല ആവതില്ലാത്തതുകൊണ്ടാ ഞാനിതൊക്കെ. എടോ വിക്ടർ സെബാസ്റ്റ്യൻ, ഇത് പിടിക്ക്. എനിക്ക് വിശ്വാസമാണ് തന്നെ. താങ്ക് യു സർ. സമയമാവണു, താൻ ചെല്ലേ. പറയമ്മ. അപ്പൊ ആവശ്യം വരുമ്പോ കോടതി ഞാൻ വിളിക്കും. സാറിന് വന്ന് പോന്നാ മതി. പോഴൻ, തനിക്കിപ്പോഴും ഒരു വിശ്വാസക്കുറവായി ഇവനെ, ഈ വിക്ടറിനെ, ഇല്ലടോ? എങ്കിലും രവി സ്ഥലത്തുള്ള സ്ഥിതിക്ക് രവിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു. എപ്പോഴും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അവനെ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാടായില്ലേടോ അയാൾ നമ്മളെ സഹായിക്കുന്നു. എന്നാലും അതെ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് കേട്ടാൽ എരമ്പി ഒരു വരവുണ്ട് രവി.
സാർ മതി സാർ മതി. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഏയ്, എന്താ വിക്ടർ ഇതൊക്കെ? ഏയ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒന്നും ഇല്ലേലും സാറിനെ കള്ളനാക്കാനും ചതിയനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ ദൈവം. അത് മതി, അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പൊ എങ്ങനെ സാർ, സാറിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ? അല്ല അല്ല വിക്ടർ, പണമായിട്ട് താനോട് വെയിറ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെ പറഞ്ഞത്. ആ. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഒന്നുമില്ല സാർ, ജസ്റ്റ് ഒരു ഡിലേ. കേട്ടോ സാർ, ഞാൻ ബട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ബട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. വാട്ട് യു മീൻ? കൃത്യം 12:30 മണിക്ക് ബാങ്കിലെ മാനേജർ ബട്ടാജി വിളിച്ചു പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ബട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 മില്യൺ ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ബട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണേ. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ബട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ ഇവർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. ഇടോ വിക്ടർ, എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയണോ താൻ പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ എമൗണ്ട് ബട്ടാജി എടുത്തിന്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോ കയ്യിൽ ഇത്രയും കാശ് വെച്ചോണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ. എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? ഇടോ താനെന്നെ. ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ദാ ഇപ്പൊ വിളിച്ചിരുന്നു ബട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബട്ടാജി, ഒറ്റ 100 രൂപ നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികളിട്ട് കളിച്ചതാണ് എന്റെ ഈ പഴയ ബോസ് എന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ കാര്യമില്ലേ? പെറ്റി Sir. നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്, റിട്ടേൺ അർജന്റ്. യെസ് സർ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാർ ബലത്തിന്. പ്ലീസ് സാർ, cheer up സാർ. ഓ ഗോഡ് പ്ലീസ്, സോറി സോറി, മനഃപൂർവ്വമല്ല ഞാൻ. ഓക്കെ. പേടിച്ചു പോയി. ഡ്രൈവർ സാർ, നീ വേടിക്കാൻ പാത്തിട്ട് സാർ കാൽ വലിക്ക് தெரியாதா? ഇടിയാ വണ്ടി. சரிங்க. അറിവ് കേട്ട മുണ്ടോ? ആർ യു ഓൾറൈറ്റ് സാർ? കൃത്യം 6 മണിക്ക് തന്നെ അബുദാബിയിൽ നിന്ന് ബട്ടാജിയുടെ ക്യാഷ് വരും. 8 മണിക്ക് വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ എമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. അപ്പോൺ ഗോഡ് യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. കയറിയട്ടെ. പിന്നെ സാർ ഒരു മിനിറ്റ്, ഒരു ചെറിയ ആഗ്രഹം. ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിന്റെ ഒപ്പം ഇരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിന്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അയ്യോ സാർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടിവിയിൽ. പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സാർ കഴിക്കും. ഓക്കെ. കാലി